ഇതൊക്കെ പറയുമ്പോഴും ഈ മറുപടി പറയും. എന്ത്? ഞങ്ങളുടെ ഉപ്പമാരെ ഏതൊരു മാർഗത്തിലാണോ കണ്ടത് അത് മതി ഞങ്ങൾക്ക്. തീർന്നില്ല. ഇനി നിങ്ങളൊക്കെ അടുത്തത് നാശകരമായ ലളാ എന്ന നരകത്തെ തൊട്ട് ഞങ്ങൾ അങ്ങൊന്നിനോട് കാവൽ ചോദിക്കുന്നു ശൈഖവറുകളെ. ലളാ എന്ന് പറഞ്ഞാൽ നാശകരമായ തലയുടെ തൊലിയുരിച്ചു കളയുന്ന ഒരു നരകത്തെ കുറിച്ചാണ്. ഒരു പാർട്ടാണ്. സഖർ, ജഹന്നം, വൈൽ എന്നൊക്കെ ഇങ്ങനെ ഓരോ പാർട്ടാക്കി തിരിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്കിനെന്തര ഖല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ. തലയുടെ തൊലിയിരിച്ചു കളയുന്ന നാശകരമായ നരകാഗ്നി. അതിന് അല്ലാഹുവിനോടാണ് കാവൽ ചോദിക്കേണ്ടത്. നബി തിരുമേനി കാവൽ ചോദിച്ചത് അല്ലാഹുവിനോടാണ്. അല്ലാഹുമ്മ ജിർനീ മിനന്നാർ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു പോയത്, നിങ്ങളിൽ ഒരാൾ 3 തവണ റബ്ബിനോട് സ്വർഗത്തെ പറ്റി ചോദിച്ചാൽ, നിങ്ങളൊരാൾ 3 തവണ റബ്ബിനോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാൽ, അല്ലാഹുവിനോട് ചോദിച്ചാൽ, ശൈഖിനോടൊന്നല്ല, എന്നോടൊന്നല്ല, അള്ളാഹിനോട് ചോദിച്ചാൽ. എന്താണ് അള്ളാഹിനോട് ചോദിച്ചാൽ? സ്വർഗരാജ്യം ഇയാൾക്ക് വേണ്ടി പറയുമത്രേ, അല്ലാഹുവേ നീ ഇയാളെ സ്വർഗത്തിലാക്കണേ. നരകരാജ്യം ഇയാൾക്ക് വേണ്ടി പറയുമത്രേ, അല്ലാഹുവേ ഇയാളെ നീ നരകത്തെ തൊട്ട് കാക്കണമേ. അവിടെ ചോദിച്ചത് സ്വർഗത്തോടല്ല, ചോദിച്ചത് നരകത്തോടല്ല. ഈ നരകത്തെയും സ്വർഗത്തെയും രക്ഷയുടെയും ശിക്ഷയുടെയും കേന്ദ്രമാക്കി വെച്ച അല്ലാഹുവിനോടാണ്, റബ്ബുൽ ഇസ്സത്തിനോടാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. 3 തവണ റബ്ബിനോട് ചോദിച്ചാൽ ഇത് നമുക്ക് കിട്ടുമെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശ്വാസമാണ് സ്വഹാബത്തിന്റെ വിശ്വാസം. ഇതാണ് റസൂല് പഠിപ്പിച്ച വിശ്വാസം. അള്ളാന്റെ റസൂല് സ്വഹാബത്തിന്റെ മുന്നിൽ വിട്ടേച്ച വിശ്വാസം എന്നറിയോ? പാപം പൊറുക്കുന്നവൻ അള്ളയാണ്, മാപ്പാക്കുന്നവൻ അള്ളയാണ്. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കേണ്ടത് അള്ളാനോടാണ്, സ്വർഗം ചോദിക്കേണ്ടത് അള്ളാനോടാണ്, സുജൂദ് ചെയ്യേണ്ടത് അള്ളാന്റെ മുന്നിലാണ്, നേർച്ച സമർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ്, ബലി സമർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ്, സത്യം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പേരിലാണ്. ഇബാദത്തിന്റെ ഇനങ്ങളോ ഇബാദത്തിന്റെ വകുപ്പുകളോ ഒന്നുപോലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പാടില്ലെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചു പോവുകയാ. ഇതാണ് സ്വഹാബത്ത് ശീലിച്ചത്. സ്വഹാബത്തിൽ ഒരാളും തന്നെ കുടുങ്ങിയ നേരത്ത് നബിയെ വിളിച്ചിട്ടില്ല. ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതവരെ പഠിപ്പിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് എടങ്ങാറാകുമ്പോ, മുസീബത്ത് വരുമ്പോ ഒരു നിലക്കും മഹാന്മാരായ പ്രിയപ്പെട്ടവരെ വിളിച്ചിട്ടില്ല, അള്ളാഹുവിനെ അല്ലാതെ. ഞാനീ പറയണത് സാധാരണക്കാർക്ക് മനസ്സിലാകാനുള്ള സാധാരണ ഭാഷയാണ്. കിതാബിന്റെ ഒരു ലോകം നമുക്ക് ഇൻഷാ അല്ലാഹ് വേറെ തന്നെ ഉണ്ട്. ഇബാറത്തുകളും അള്ളാഹുവിന്റെ ദീന് പഠിച്ച പണ്ഡിതന്മാരുടെ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളുടെ കിതാബിന്റെ ഇബാറത്തുകളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ പറയാത്തത് ലളിതമായി കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ നിങ്ങള്, അപ്പോ അള്ളാഹുവിലേക്കും റസൂലിലേക്കും വരിക, അവിടെയാണ് വിശ്വാസം. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ചതെന്തോ അതാണ് വിശ്വാസം. അതിലേക്ക് നമ്മൾ വരേണ്ടത്. നബി പഠിപ്പിച്ചിട്ട് സ്വഹാബത്ത് ആചരിച്ച വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം. അവിടെ തേട്ടം അള്ളാഹിനോട് മാത്രമാണ്, മഹാന്മാരോടില്ല. അവിടെ ചോദ്യം അള്ളാഹിനോട് മാത്ര, മഹത്തുക്കളോടില്ല. അവിടെ നേർച്ച അള്ളാഹ്ക്ക് മാത്ര, മഹത്തുക്കൾക്കില്ല. അവിടെ ബലി, ഖുർബാൻ അത് അള്ളാഹ്ക്ക് മാത്ര, മഹത്തുക്കൾക്കില്ല. അവിടെ സത്യം ചെയ്യൽ, എന്താ സത്യം ചെയ്യല്? എൻ്റെ അമ്മയാണ് സത്യം, എൻ്റെ ബാപ്പയാണ് സത്യം, എന്നെ ഔലിയാണ് സത്യം, അങ്ങനെ പറഞ്ഞിട്ട് മുത്ത് നബിയാണ് സത്യം, മമ്പറം തങ്ങളാണ് സത്യം, നിങ്ങളെ വടകരയിൽ ഏതെങ്കിലും ജാറുണ്ടെങ്കിൽ ജാറത്തിലെ ഷെയ്ഖാണ് സത്യം, തോന്നുന്നിടത്തൊക്കെ സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നറിയോ? സഹോദരിമാരെ ശരിക്കും ശ്രദ്ധിച്ചോളീൻ. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക.
ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ, മുഹമ്മദ് നബിയെ തന്നെ പിടിച്ചിട്ട് ഒരാൾ സത്യം ചെയ്താൽ ഫഖദ് കഫറ, അപ്പൊ തീർച്ചയായും അവൻ കാഫിറായി. ഔ അശ്റക, അല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയാണ് സത്യം, ബാപ്പയാണ് സത്യം എന്ന് പറയാൻ പാടില്ല. ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ പേര് സത്യം ചെയ്യാൻ പറ്റൂല. നോക്കി നിങ്ങള്, ജാഹിലിയത്തിന് മുശ്രിക്കുകൾക്ക് ഒരു പണിയുണ്ടായിരുന്നു. ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം എന്നൊക്കെ പറയും. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിന്റെ വാക്കാണ് പരിഹാരം, തൗഹീദിന്റെ വാക്കാണ് പ്രായശ്ചിത്തം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരർത്ഥത്തിലുമുള്ള തേട്ടങ്ങൾ ഒരാളോടും പാടില്ല. അങ്ങനെ ഉണ്ടാകുന്നത് വലിയ അപകടമാണ്. അത്തരം അപകടങ്ങളുടെ ലോകത്താണ് ഈ സമുദായത്തിലെ ഒരു വിഭാഗമുള്ളത്. അത് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് പറയും, കണ്ടോ കാഫിറാക്കുന്നു, കണ്ടോ മുശ്രിക്കാക്കുന്നു. ഞാൻ ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, പ്രിയമുള്ളവർ, നമ്മൾ ആരും കാഫിറാക്കിയിട്ടില്ല, നമ്മൾ ആരും മുശ്രിക്കുമാക്കിയിട്ടില്ല. ഇത് നമ്മൾ ഏർപ്പാടുമല്ല. പിന്നെന്താ, ഇന്നത് കുഫറാണ്, ഇന്നത് ശിർക്കാണ്, ഇന്നത് ബിദ്അത്താണ്, ഇന്നത് ഹറാമാണ് എന്ന് പറയും. അപ്പൊ അതുള്ളവന് എന്ത് മനസ്സിലാവും? അത് ഹറാമാണ്, തെറ്റാന്ന് മനസ്സിലാവും, തിരുത്തണം. അതിന് പകരം കണ്ടോ എന്നെ കാഫിറാക്കി, എന്നെ മുശ്രിക്കാക്കി എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറയണേ, ഈ സമുദായത്തിൽ ഒരുപാട് ആൾക്കാർ കള്ളുടിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും പറയോ എന്ത് അബദ്ധങ്ങൾ പറയണേ, സമുദായത്തിൽ ഒരാളും കള്ളുടിക്കണില്ല എന്ന് പറയൂ? ഇല്ല. ഈ കാഫിർ ആരോപണം നടത്തുന്നവര് പോലും പറയില്ല. ഞങ്ങളെ മുശ്രിക്കാക്കുന്നു എന്ന് പറയുന്നവർ പറയില്ല. ഈ സമുദായത്തിൽ ധാരാളക്കണക്കിന് നമസ്കാരക്കാര് പോലും വീടുണ്ടാക്കാൻ, വാഹനം വാങ്ങാൻ, മോളെ കെട്ടിക്കാൻ, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ബാങ്കിൽ ലോൺ എടുക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കോ? ഇല്ല എന്ന് പറയോ? ഉസ്താദ് ഞങ്ങൾ നുണ പറയരുതെന്ന് പറയോ? ഇല്ല, പറയില്ല. ഈ സമുദായത്തിലെ ചെറുപ്പക്കാരെ കൂട്ടത്തിൽ ഒരുപാട് പേർ കഞ്ചാവിനടിമകളായി, ലഹരിക്കടിമകളായി, സ്ത്രീകൾക്കടിമകളായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും പറയും എന്നോട്, ഉസ്താദെ വെറുതെ സമുദായത്തിലെ ചെറുപ്പക്കാരെ പറ്റി കുറ്റം പറയരുത്? ഇല്ല, ഉണ്ട് ഉസ്താദെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ സമുദായത്തിൽ ഒരുപാട് ഭർത്തൃമതികളായ സ്ത്രീകൾ അന്യന്റെ കൂടെ ചാടിപ്പോയിട്ടുണ്ടേ. 2 വയസ്സുള്ള 4 വയസ്സുള്ള 4 മക്കളുള്ള ഒരു മാതാവ് തൊട്ടപ്പുറത്തെ ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ ചാടിപ്പോയിട്ടുണ്ടേ എന്ന് ഞാൻ പറഞ്ഞാൽ ഈ സമുദായത്തിലെ ആളുകൾ എനിക്കെതിരെ തിരിഞ്ഞിട്ട് പറയോ എന്ത് തോന്നിവാസങ്ങൾ പറയുന്നത്? പറയൂല, പറയൂല, പറയൂല. ഉസ്താദ് ഞാൻ പറഞ്ഞൊക്കെ ശരിയാ. കള്ളുടിക്കണ്, വ്യഭിചരിക്കണ്, മോഷ്ടിക്കണ്, പിടിച്ചു പറിക്കണ്, വൃത്തികേട് കടിക്കണ്, കൊട്ടേഷൻ ഏർപ്പെടുന്നു. ഇസ്ലാം പഠിപ്പിക്കാത്ത എല്ലാ തമ്മാടിത്തരങ്ങളും തണ്ടിത്തരങ്ങളും ചെയ്യുന്നുണ്ട്. നിസ്കരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ ഇല്ലാന്ന് അറിയൂ? നിസ്കരിക്കുന്നില്ല, നോമ്പ് വിൽക്കണില്ല, സക്കാത്തിന് അവകാശമായിട്ട് കൊടുക്കണില്ല, മുന്നിൽ വരുന്ന ആളുകൾക്ക് ക്യൂ നിർത്തി ചക്കാത്ത് കൊടുക്കാൻ ആളുകളുള്ളത് എന്ന് പറഞ്ഞാലോ അത്ത കലക്കി എന്നാ പറയാ. എന്നെ അംഗീകരിക്കും. എന്നാ അതൊക്കെ നിങ്ങൾ അംഗീകരിക്കെങ്കിൽ ഞാൻ വീണ്ടും പറയണോ, ഇതൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ സമുദായത്തിനകത്ത് ശിർക്കുണ്ട്, നിഷേധിക്കരുതേ. ഈ സമുദായത്തിനകത്ത് ബിദ്അത്തുണ്ട്, നിഷേധിക്കരുതേ. ഈ സമുദായത്തിനകത്ത് ഖുറാഫാത്തുണ്ട്, നിഷേധിക്കരുതേ. കുഫറിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളുടെ നിഷേധിക്കരുതേ. അതിൽ ശിർക്കിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്ന ചില സൂചനകളാണ്. റബ്ബിനോട് തേടേണ്ട തേട്ടങ്ങൾ അത് റബ്ബിന്റെ ഔലിയാക്കളെന്ന് പറയപ്പെടുന്നവരോട് തിരിച്ചുവിടുന്ന സമുദായത്തിലെ ചില ആളുകളുടെ പ്രയോഗങ്ങളെയാണ് നമ്മളിവിടെ സൂചിപ്പിച്ചു പോയത്. അതിനാണ് മങ്കൂസ് മൗലൂദ് തെളിവാക്കിയത്. അത് മനുഷ്യനെ കൊണ്ടുപോകുന്നത് ബിദ്അത്തിലേക്കാണ്, ശിർക്കിലേക്കാണ്, നരകത്തിലേക്കാണ്. അതിനാണ് ഖുതുബിയ്യത്ത് തെളിവാക്കിയത്. അത് മനുഷ്യനെ കൊണ്ടുപോകുന്നത് പച്ച ശിർക്കിലേക്കാണ്, കുഫറിലേക്കാണ്. അതിനാണ് മുഹീദ്ദീൻ മാല തെളിവാക്കിയത്. എന്താ മുഹീദ്ദീൻ മാലയിലുള്ളത്? നമ്മളിപ്പോ എത്ര കേട്ടതാ. പക്ഷെ ജാഹിലിയത്ത് അറിയാത്തവൻ ഇസ്ലാം അറിയില്ല എന്ന് ഉമർ ഖത്താബ് പറഞ്ഞൊരു വാക്കാണ്. എന്താ അറിയൂ? മുഹീദ്ദീൻ മാലയിലുണ്ട് മനുഷ്യന്റെ ഗൈബിയായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ പറയാ, അദൃശ്യ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളായിട്ട് മുഹീദ്ദീൻ ശൈഖിനെ പരിചയപ്പെടുത്തും. ഏതുവരെ എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ ഒരു കുപ്പിൻ്റെ അകത്തൊരു വസ്തു ഉണ്ടെങ്കിൽ അത് കാണുന്നത് പോലെ കാണും. ഞാൻ ഇപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പാട്ട് ഇങ്ങനെ ഓർമ്മ വരുന്ന കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽവകമെന്നോവർ. അതിൽ തന്നെ ഉണ്ട് കുറച്ച് ഓവറാന്നുള്ളത്. അവസാനം ഓവർ എന്നുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലത് കുറച്ച് ഓവറാണ് അല്ലേ?
പിന്നെയോ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ നോക്കി പറഞ്ഞോവർ. കുറച്ചൊരു കോമൺ സെൻസ് ഉള്ള മനുഷ്യന് മൊഹിദ്ദിമാല വായിച്ച ഒരു 5-6 പേര് വായിക്കുമ്പോൾ സത്യമാണ് ഇത് എഴുതിയോൻ തന്നെ പറയേണ്ടത് ഒക്കെ ഓവറാണ്, അംഗീകരിക്കാൻ പറ്റാത്തതാണ്. എന്താ അത് പറഞ്ഞത്? എൻ്റെ മനസ്സിലുള്ളത് ശൈഖിനറിയും, എൻ്റെ മനസ്സിലുള്ള ശൈഖിനറിയും. അള്ളാഹുവിൻ്റെ റസൂലിന് പോലും അറിയില്ല, സ്വഹാബത്തിനറിയില്ല. ഔലിയാക്കളിൽ വലിയ ഔലിയായ, അമ്പിയാക്കളിൽ വലിയ അമ്പിയായ അള്ളാന്റെ റസൂലിനറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട പത്നിയുടെ നേരെ സൂറത്ത് നൂറിൽ കാണാ ആയിഷ ഉമ്മയുടെ നേരെ വ്യഭിചാരോപണ കുറ്റം ചുമത്തിയിട്ട് ഏകദേശം 1 മാസത്തിൽ ചില്ലാനും കാലം കഴിഞ്ഞിട്ട് അള്ളാഹു നിരപരാധിത്വം തെളിയിച്ചിട്ട് ആയത്തിറക്കിയപ്പോ സന്തോഷിച്ചു ആയിഷ എന്ന് നമ്മുടെ ഉമ്മ ആയിഷ ബീവിയോട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ട് പറയുന്നത് വരെയും റസൂലുള്ളാഹിക്ക് അറിയില്ല. റസൂലുള്ളാഹിക്ക് ഒഴിവ് അറിയുന്ന പറഞ്ഞ എന്താ മനസ്സിലാക്കേണ്ടത്? നബി ഡ്രാമ കളിച്ച് നാടൻ കളിച്ചാന്ന് മനസ്സിലാക്കുക. എനിക്കറിയണോ എൻ്റെ പെണ്ണുങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, ഞാനൊന്ന് പരീക്ഷ നോക്കിയതല്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞു നബി? ഇല്ലല്ലോ, ഇല്ല. അതേ ആയിഷമ്മയുടെ മാല പോയി, ആളുകൾ പരാതി പറഞ്ഞു. ഇത്ര സമയ അബൂബക്കർ നിങ്ങളെ മോളെ മാലന്റെ പേരിലായി സമയം പോയത്. സിദ്ദീഖ് ദേഷ്യം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ല, നേർക്ക് നേരെ ചെന്നിട്ട് ആയിഷ ബീവിനോട് ചീത്ത പറഞ്ഞു, വേണ്ട മാല പോയാ പോയിക്കോട്ടെ. എന്നിട്ട് അവരെ എണീറ്റപ്പോ ആ ഒട്ടകത്തിന്റെ തൊട്ട് താഴെ, ഒട്ടകക്കട്ടിലുള്ള ഒട്ടകത്തിന്റെ തൊട്ട് താഴെ മണ്ണിൽ വീണ് കിടക്കുന്ന മാല, ആ തൊട്ട് മീതെയുള്ള ഒട്ടകത്തിന്റെ മേലെ ഇരിക്കുന്ന സ്വർഗത്തിലെ ഹൂറിയായ, സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ നമ്മുടെ പൊന്നുമ്മയായ ബീവിമാരിലും വലിയ ബീവിയായ കറാമത്തുള്ള ആയിഷ ബീവിക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഹൃദയത്തിനകത്തുള്ളത് തിരിയെന്ന് പറയണന് കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം തലയിൽ, ഒരു മണി വറ്റൊട്ടിക്കാൻ പോസ്റ്ററൊട്ടിക്കാനുള്ള തലയിൽ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയൂ തിരിയോ? ആയിഷ ബീവിക്ക് മനസ്സിലായിട്ടില്ല. ഔലിയാക്കളിലെ വലിയ ഔലിയായ സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താ ആയിഷ ഈ മനുഷ്യനടക്കാൻ ആ ഒട്ടകത്തിന് താഴുണ്ടവൻ എടുത്തോന്ന് പറഞ്ഞോ? ഇല്ല. കൂടെ തരാൻ നടന്ന നബി പറഞ്ഞോ ആ ഒട്ടകത്തിന്റെ താഴെ ആയിഷ കിടക്കണോ അണെടുത്താ? ഇല്ല. അപ്പൊ നബിക്കും മനസ്സിലായില്ല, സിദ്ദീഖ് തങ്ങൾക്കും മനസ്സിലായില്ല, ആയിഷ ബീവിക്കും മനസ്സിലായില്ല. എന്ത്? ഒട്ടകത്തിന്റെ നേരെ താഴുള്ളത്. എന്നിട്ട് ഇവിടെ എഴുതിച്ചിക്കാണ് മനസ്സിനകത്തുള്ളത് അറിയും മുഹീദ്ദീൻ ശൈഖിനെന്ന്. അപ്പൊ പഠിച്ചോൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തതാരാണ്? മാലയുടെ ഭാഷയിൽ മുഹീദ്ദീൻ ശൈഖ്, ഇസ്ലാമിന്റെ ഭാഷയിലോ മഹാനവറുകളല്ല. അല്ല കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിങ്ങനെ കുറേ സാമ്പിൾ ഉണ്ട്, ഓരോന്ന് വായിച്ചല്ലേ മിക്കവാറും ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ ആ സാധനമൊന്നും കൈകൊണ്ട് പിന്നെ തുടരുത്. അള്ളാഹിന്റെ കിതാബല്ലാതെ വേറൊന്നും തുടരുത്. റസൂലുള്ളാഹിന്റെ സുന്നത്തും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കിതാബുകളും അല്ലാതെ നമ്മൾ തുടരുത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ ഇത്തരം ശിർക്കിലേക്ക് നമ്മൾ കടന്നു പോകരുത്. ഈ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കരുത്. കാരണം എന്തറിയോ? ഒയ് പറയുന്നവൻ അല്ലാഹു മാത്രമാണ്, അല്ലാഹു മാത്രമാണ് ഒയ് പറയുന്നവൻ. ഏതുവരെ? വിശുദ്ധ ഖുർആനിൽ കാണാം, ആലിമിൽ ഗൈബി വശഹാദതി ഫതആലാ അമ്മാ യുശ്രികൂൻ. ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ അല്ലാഹുവാണ്, അതിനാൽ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നും അവൻ അത്യുന്നതനായിരിക്കുന്നു. അല്ലാഹുവിനല്ലാതെ ദൃശ്യമറിയില്ല, അല്ലാഹുവിനല്ലാതെ അദൃശ്യമറിയില്ല. അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഇത് പൂർണ്ണമായ ദൃശ്യത്തെ പോലെ അദൃശ്യവും അറിയുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. എത്ര ആയത്തെന്നറിയങ്ങള്, എത്ര ആയത്തുകളെന്നറിയോ? ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബി വൽ ഗൈബ ഇല്ലല്ലാഹ്. പറയുക നബിയേ, അല്ലാഹു അല്ലാതെ ആകാശഭൂമികളിലുള്ളവരാരും തന്നെ അദൃശ്യകാര്യങ്ങൾ അറിയില്ല എന്നാണ്. പിന്നെ എങ്ങനെ മുഹീദ്ദീൻ ശൈഖ് അറിയാം? പിന്നെ എങ്ങനെ മുഹീദ്ദീൻ ശൈഖിനെ മനസ്സിലാക്കുക? നമ്മുടെ ആളുകൾ